തിരൂർ നഗരത്തിൽ ട്രാൻസ്ജെൻഡറുകളെ കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിലെ പ്രതികളെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതിയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച വ്യാജനുൾപ്പെടെ 3 പേരെയാണ് തിരൂർ SI ജലീലും സംഘവും അറസ്റ്റ് ചെയ്തത്. പ്രതികൾ ഉപയോഗിച്ച കാറും കസ്റ്റഡിയിലെടുത്തു. കാറിൽ തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം തടഞ്ഞ 2 ട്രാൻസ്ജെൻഡേഴ്സിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിൽ പ്രതികളെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. 2 പ്രതികളെ രക്ഷിക്കാൻ ശ്രമിച്ച വ്യാജനെയും ഉൾപ്പെടെ 3 പേരെയാണ് തിരൂർ SI ജലീലും സംഘവും അറസ്റ്റ് ചെയ്തത്. കേസിൽപ്പെട്ട ഒരു പ്രതിയെ കൂടി ഇനി പിടികൂടാനുണ്ട്. ബിപിയങ്ങാടി വള്ളിയങ്ങൽ ഹൗസ് മുഹമ്മദ് ഷമീർ, ബിപിയങ്ങാടി പടാട്ടിൽ ഹൗസിൽ രതീഷ് എന്നിവരാണ് അറസ്റ്റിലായത്. വിദേശത്ത് പോവാനിരിക്കുന്ന ഷമീറിനെ രക്ഷിക്കാനായി പ്രതിയാണെന്ന് അവകാശപ്പെട്ട് കീഴടങ്ങിയ കടുങ്ങാത്തുകൊണ്ട് മാട്ടുമൽ രഞ്ജിത്താണ് അറസ്റ്റിലായത്. രഞ്ജിത്തിനെ പോലീസ് ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് കേസിലെ പ്രതിയായ ഷമീറിനെ പിടികൂടിയതെന്ന് പോലീസ് അറിയിച്ചു. ആക്രമണക്കേസിൽ ഉൾപ്പെട്ട 3ാമത്തെ പ്രതിയെക്കുറിച്ച് വ്യക്തമായ വിവരം ലഭിച്ചിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. ശനിയാഴ്ച പുലർച്ചെ 2 മണിയോടെ തിരൂർ ടൗൺ ഹാളിന് സമീപം വെച്ചാണ് ആക്രമണം നടന്നത്. തിരൂർ പൂങ്കോട്ടുകുളത്ത് താമസിക്കുന്ന അമ്മു, മൃദുല എന്നിവരെയാണ് കാറിലെത്തിയ സംഘം കുത്തി പരിക്കേൽപ്പിച്ചത്. പോലീസ് സ്റ്റേഷനിൽ ഇപ്പം 3 പ്രതികളെ ഞങ്ങൾ 2 പേരെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐഡന്റിഫൈ ചെയ്ത ഫസ്റ്റ് വന്നപ്പോൾ ഞങ്ങൾ വന്നിട്ട് കുറച്ച് നേരമായി. വന്നപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന പ്രതിയിൽ ചെറിയൊരു മാറ്റം നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഐഡന്റിഫൈ ചെയ്തപ്പോൾ 3 പേരുണ്ടായിരുന്നു. അതിൽ 2 പേര് ഇപ്പോൾ ഓൾറെഡി ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്തു കഴിഞ്ഞു. 2 പേര് തന്നെയാണ്. പിന്നെ യഥാർത്ഥ പ്രതി എന്ന് പറഞ്ഞാൽ കത്തികൊണ്ട് കുത്തിയിട്ടുണ്ടായിരുന്ന പ്രതി ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അപ്പോൾ ഓൾറെഡി 3 പേരെയും അതിലുണ്ടായിരുന്ന 3 പേരെ എന്തായാലും പോലീസ് എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഹോസ്പിറ്റലിലുള്ള ആളെ ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. പക്ഷേ ആ ആൾ തന്നെയാണ് എന്നാണ് പോലീസിൽ നിന്ന് അറിയാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും പെട്ടെന്ന് കാരണം അത് കണ്ടുപിടിക്കാൻ ഒരു നമ്പർ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റീസ് തന്നെ നോട്ട് ചെയ്തുകൊണ്ട് കാറിൻ്റെ നമ്പർ അപ്പോൾ നോട്ട് ചെയ്തതുകൊണ്ട് ഇത്രയും എളുപ്പത്തിൽ എന്ത് ചെയ്തു എന്നാൽ 2 ദിവസത്തിനുള്ളിൽ തന്നെ പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞു. പിന്നെ അതുപോലെ തന്നെ അതിനുവേണ്ടി ഇത്രയും കാരണം നല്ല രീതിയിൽ തന്നെ തിരൂർ പോലീസ് മറ്റുള്ള സ്ഥലങ്ങളിലെ അധികാരികൾ ചിലപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതിന് മുന്നേ ശാലുവിൻ്റെ മരണത്തിനുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴും പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇത് കൊലപാതക ശ്രമം തന്നെയാണ്, വധശ്രമം തന്നെയാണ്. കാരണമെന്ന് പറയാൻ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം തന്നെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കാരണം അത് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുത്തി പരിക്കേൽപ്പിച്ച് കഴിഞ്ഞിട്ട് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ഒറ്റയ്ക്ക് ആയിരുന്നെങ്കിൽ ആ കുട്ടി ഒരു 2-3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റിനുള്ളിൽ അത്രത്തോളം ബ്ലീഡിങ് ഉണ്ടായിരുന്നു. ഒറ്റയ്ക്ക് ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്ഥലത്തും ആയിരുന്നെങ്കിൽ ആ കുട്ടി ഇപ്പോൾ ഇതേപോലെ തന്നെ ഒരു കൊലപാതക ഒരു മരണം സംഭവിച്ചിട്ടുണ്ടാവും. പ്രതികൾ ഉപയോഗിച്ച കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു.